അമ്മയിലെല്ലാം എന്തൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ എത്രയോ പേര് സിദ്ദിഖിന് പോയ ആൾക്കാരെല്ലാം ജയിലിൽ പോലും പോയിട്ടില്ല. എന്താ ഒരു ബലാത്സംഗ കേസ് പോലും വന്നതാണ്. ഇവിടെ പോലീസ് കറപ്റ്റാണ്. കോടതിയിൽ ജസ്റ്റിസ് ഇല്ല. എത്ര വർഷങ്ങൾ പുറകെ നടക്കണം. എത്ര അഭയ കേസിൽ 30 വർഷം എടുത്തില്ലേ. ഇങ്ങനെ ജസ്റ്റിസ് വന്നിട്ട് എന്താ കാര്യം? 30 വർഷം 25 വർഷം കൊണ്ട് ജസ്റ്റിസ് വന്നിട്ട് എന്താ കാര്യം? നീതി വന്നിട്ട് എന്താ കാര്യം? പോലീസ് കറപ്റ്റാണ്, ഒരു സംശയമില്ല. അത് അമ്മയ്ക്ക് പോലീസിൽ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ടോ? പല കേസ് അവർക്ക് പൈസ കിട്ടിയാൽ മതി, പോലീസുകാർക്ക് പൈസ കിട്ടിയാൽ മതി. നല്ല ഹോൾഡ് ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും കേസ് ആണ് യൂട്യൂബേഴ്സിനെ അറസ്റ്റ് ചെയ്യണം. തുപ്പീനെ അറസ്റ്റ് ചെയ്തു, ചെകുത്താനെ അറസ്റ്റ് ചെയ്തു, എന്നെ അറസ്റ്റ് ചെയ്തു. എന്തെങ്കിലും ന്യൂസ് ഡൈവേർട്ട് ചെയ്യാനും മറ്റെല്ലാം യൂട്യൂബേഴ്സിനാണ് ഏറ്റവും പോപ്പുലാരിറ്റി കൂടുതലുണ്ട്. അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കർഷകനാണെന്ന് ചോദിച്ചല്ല, ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. നല്ല മീഡിയക്കാർ കാണിപ്പിച്ചാണ് ചെയ്താണ്. ലുങ്കിയൊക്കെ എടുത്തിട്ട് സന്തോഷ് സാർ ഇങ്ങനെ കർഷകനാണെന്നൊക്കെ. ഞാൻ ഈ പലതും നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ നോ പറയാൻ പറ്റാത്തതുകൊണ്ട് പെട്ടുപോയ പ്രശ്നങ്ങളാണ് പലതും. പെട്ടുപോയത്. ആ മേഖല ഒബ്സർവ് ചെയ്യാറുണ്ടോ? കാർഷിക മേഖല എനിക്ക് ഭയങ്കര താല്പര്യമൊന്നുമില്ല. ഇല്ല. കാർഷിക മേഖലയിലെ ഒരു ഇടിവും നമ്മളുടെ യങ്സ്റ്റേഴ്സിന്റെ മൈഗ്രേഷനും ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? ചില ആൾക്കാർക്ക് ഇതിന്റെ മോശം പണി പോലെ തോന്നുകയാണ്. വൈറ്റ് കോളർ ജോബൊക്കെയാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടാവാം ഇത് വിട്ടിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ബ്രെയിൻ ട്രെയിനർ വരാൻ കാരണം അതാവാം. നമ്മുടെ ഡെമോക്രാറ്റിക് 70% നമ്മുടെ എക്കണോമി അഗ്രികൾച്ചർ തന്നെയാണ്. ഈ മൈഗ്രേഷൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചത്? ഞാൻ ആദ്യമേ പറയാം, ജനാധിപത്യ സംഭവം വർക്കൗട്ട് ആവില്ല. കാരണം ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം ആൾക്കാരാണല്ലോ. ഈ ഭൂരിപക്ഷം വന്ന ആൾക്കാർ ചിന്തിക്കാത്തവരാണ്. ചിന്തിക്കുന്ന ആൾക്കാർ 2% ഇല്ല. കാരണം ഈ ഡെമോക്രസി ഒറിജിനേറ്റ് ചെയ്ത് ഗ്രീസിലാണ്. സോക്രട്ടീസ് വെച്ചപ്പോൾ പ്ലേറ്റ് പറഞ്ഞതാണ് ഡെമോക്രസി വർക്കാവില്ല. മെജോറിറ്റി നോക്കിയിട്ട് കാര്യമില്ല. മെജോറിറ്റി ആൾക്കാർ പൊതുജനം കഴുതയാണ്. ഈ പൊതുജനങ്ങളെ മണ്ടന്മാരാക്കിയിട്ടാണ് രാഷ്ട്രീയക്കാരും സിനിമാക്കാരും എല്ലാം ചെയ്യുന്നത്. നമ്മളുടെ ഒരു 98% പോപ്പുലേഷൻ മാസമാണ്. അവർ ചിന്തിക്കാത്തവരാണ്. 2% ചിന്തിക്കുള്ളൂ. ഇപ്പം ഞാൻ തന്നെ പല വീഡിയോസ് 2 പേരും സബ്സ്ക്രൈബ് വേണ്ടി പല വീഡിയോസ് ഇടുന്നു. നമ്മളെപ്പോഴും ഫിലോസഫിക്കലും ക്വാണ്ടം മെക്കാനിക്സിലും ചെയ്യുന്ന പിന്നെ ഫീൽഡിൽ നിൽക്കില്ല. ഇവർക്ക് വേണ്ടത് മസാലയാണ്, മാസ് ഓഡിയൻസ്. ഇപ്പോൾ എന്തുകൊണ്ട് മമ്മൂട്ടി മോഹൻലാലും 2 തരത്തിൽ പടം ചെയ്യുന്നു. ആർട്ട് ഫിലിമും ചെയ്യുന്നുണ്ട്, കൊമേഴ്സ്യൽ പടം ചെയ്യുന്നു. അങ്ങനെ 2 പേരും സപ്പോർട്ട് വേണം, അല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ നാളെ ഫ്ലവേഴ്സ് ടിവിയിലെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീകണ്ഠനായിട്ട് ഒബ്സർവ് പറഞ്ഞാൽ ഇവിടെ വിറ്റുപോണ 3 കാര്യമാണ്. ഏറ്റവും ആദ്യം വിറ്റുപോണ കോമാളിത്രം, പിന്നെ അപരാധം, ക്രിറ്റിസിസം, കുറ്റം പറയല്ല, പിന്നെ വിറ്റുപോകുന്നത് അഡൾട്ടാണ്. ഈ 3 കാര്യമാണ് ഏറ്റവും വിറ്റുപോകുന്നത്. അത് നല്ല കാര്യമാണ്, ആർക്കും വേണ്ട. അശ്വന്ത് കോക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അശ്വന്ത് കോക്കിന് ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, പുള്ളി എന്നെ വിളിക്കാറുണ്ട്. പൈസ വാങ്ങിയ കേസ് ആ റിയാക്ഷനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പുള്ളി വിദ്യാഭ്യാസമുള്ള ആളാണ്. പുള്ളി ഇത്ര ഇമോഷണൽ ആവേണ്ട ആവശ്യമില്ല. കുറച്ച് റാഷണൽ ആയിട്ട് പെരുമാറുന്നത്. വളരെ ബാഡ് ലാംഗ്വേജിൽ ഉപയോഗിച്ചു. ക്യാഷ് വാങ്ങി എന്നുള്ളത് അതെനിക്കറിയില്ല, എനിക്ക് അങ്ങനെ വാങ്ങിയെന്ന് തോന്നുന്നില്ല. പക്ഷെ അടുത്ത കാലത്ത് പല റിവ്യൂ ശരിയായ രീതിയിലല്ല വന്നതാണ്. പല മോശം പടത്തിനും പോസിറ്റീവ് കൊടുക്കണ്ടായി. പുള്ളി ഇവിടെ ഇപ്പം ഞാനായാലും കോക്കാണെങ്കിൽ ഞങ്ങളെല്ലാം പറയുന്ന അഭിപ്രായങ്ങളാണ്, സിനിമ റിവ്യൂ ഒന്നല്ല. സിനിമ പ്യൂർലി സബ്ജക്റ്റീവാണ്. ഓരോ ആൾക്കാർക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ പോകും. ആർക്കും ഇഷ്ടപ്പെടാൻ സിനിമ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ പോയി പടം കണ്ടു നോക്കാനേ പറയാൻ പറ്റുള്ളൂ. പടം കണ്ടു നോക്കുക. ഇതെല്ലാം അഭിപ്രായങ്ങൾ മാത്രമാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യരുത്. പെയ്ഡ് ആവാനുള്ള സാധ്യത. റിവ്യൂ കണ്ട് പോകുമ്പോൾ നമുക്ക് നേരത്തെ ഒരു മുൻധാരണ ഉണ്ടാവും. ആ മുൻധാരണയോടെ കാണുമ്പോൾ നമുക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനോ എൻജോയ് ചെയ്യാനോ പറ്റില്ല. പെയ്ഡ് നടക്കുന്നുണ്ട് ഇവിടെ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റിവ്യൂ ചെയ്യുന്നതല്ല അല്ല. കാരണം ഇവിടെ പല സിനിമ OTT വരുമ്പോഴാണ് റിയൽ റിസൾട്ട് വരുന്നത്. ഇപ്പൊ ഭരതനാട്യം, മോഹിനിയാട്ടം ഫസ്റ്റ് ഭരതനാട്യം തിയേറ്ററിൽ ഫ്ലോപ്പായാണ്. OTT തന്നെ ഓടി. ഇപ്പൊ ദൃശ്യം 3 ആണെങ്കിൽ OTT വരുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് വനിതാ തിയേറ്ററിലാണ് മെയിൻലി റിസൾട്ട് റിവ്യൂ വരുന്നത്. അവിടെ പല സിനിമയിലും കാസ്റ്റ് ആൻഡ് ക്രൂ ബുക്ക് ചെയ്യാം, ഹോൾ ടിക്കറ്റ്. ഈ കാസ്റ്റ് ആൻഡ് ക്രൂയുടെ റിവ്യൂ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും, എത്ര മോശമാണെങ്കിലും. ഞാൻ അഭിനയിച്ച പടത്തിന് ബാഡ് ബോയ്സ് 90 കൊടുത്താണ് ഞാൻ അഭിനയിച്ച പടം. പക്ഷെ ഇവരെല്ലാം പോസിറ്റീവ് പറയുള്ളൂ, ഫാൻസുകാർ പോസിറ്റീവ് പറയുള്ളൂ, ഡീഗ്രേഡേഷൻ 90. ഒരു ജെന്യൂൻ റിവ്യൂ FTVസിൽ വരുന്നുണ്ടാവില്ല ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഞാൻ മീഡിയക്കാർ പലപ്പോഴും പറഞ്ഞു സെക്കൻഡ് ഷോ തേർഡ് ഷോ ആണ് റിവ്യൂ ചെയ്യേണ്ടത്. അപ്പോഴാണ് ശരിക്കും റിവ്യൂ കിട്ടുന്നത്. ജെന്യൂൻ റിവ്യൂ അല്ല. ഗുരുവായൂർ അമ്പലനട സിനിമ ഞാൻ അന്നേ പറഞ്ഞു മോശമാണ്. പക്ഷേ OTT ആൾക്കാർക്ക് മനസ്സിലായി ഇത് ജെന്യൂൻ റിവ്യൂ അല്ല. ഇത് പേയ്മെന്റും എല്ലാം നടക്കുന്നുണ്ട്. എന്നെ തന്നെ പലരും അപ്രോച്ച് ചെയ്യേണ്ടത്, പക്ഷെ ഞാൻ കാണിച്ചിട്ടില്ല. പേയ്മെന്റ് ചോദിച്ചു എന്നെ ഒരു സിനിമാക്കാരൻ പടം കാണുമ്പോഴും വേണ്ട പോസിറ്റീവ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാശരാണ് ഒരു സിനിമ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ മോശം റിവ്യൂ എടുത്തപ്പോൾ അവർ പറഞ്ഞു
എത്ര രൂപ വേണമെങ്കിൽ തരാൻ പറഞ്ഞു. വേണമെങ്കിൽ ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെ പിന്നെ അതിന് റിവ്യൂവിൽ എന്ത് ജെന്യൂനിറ്റിയേ ഉള്ളൂ. ഇങ്ങനെ പല സത്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജയിലിൽ പോകേണ്ട അനുഭവം വന്നത്. സിനിമയിൽ മുഖം കാണിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? ഉണ്ടായില്ല. ഞാൻ 3 സിനിമയിൽ അഭിനയിച്ചു. ടി വിയിൽ ഞാൻ ബസ് നോക്കിയാൽ മമ്മൂട്ടി സിനിമയിൽ അഭിനയിച്ചപ്പോൾ വന്നപ്പോൾ ഭയങ്കര കയ്യടിയായി. അതെ അതെ. അല്ല പിന്നെ എനിക്ക് ആസ് എ പുതിയ മീഡിയ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സിനിമാക്കാർ മാത്രമല്ല, എന്റർടൈനേഴ്സ് മാത്രമല്ല, വേറെ എത്രയോ ജെന്യൂൻ ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ ചെവി ഓപ്പറേറ്റ് ചെയ്ത ഒരു ഡോക്ടർ കനകരാജാണ്, കൊല്ലത്തുള്ള ആളാണ്, നമ്പർ 1 സർജൻ ഇൻ സൗത്ത് ഇന്ത്യ. എത്ര പേർക്ക് അറിയാം? ഡോക്ടർ രാജനാഥൻ സ്വാമി IAS എല്ലായിടത്തും ടോപ്പർ എല്ലാവരും. ഇങ്ങനത്തെ എത്രയോ ജെന്യൂൻ ആൾക്കാരെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നില്ല. പോപ്പുലർ ആൾക്കാരെ മാത്രമാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. സിനിമാക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ സെലിബ്രിറ്റി, ഇങ്ങനത്തെ എത്രയോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എത്രയോ ആളുണ്ട്, അവരൊന്നും ആരും അറിയപ്പെടില്ല. അങ്ങനത്തെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇവിടെ എല്ലാവരും ഒരു സിനിമയിൽ കൂടെ അഭിനയിച്ച നടന്മാരുടെ പുറകെ നടക്കുകയാണ്. ഇവർക്ക് ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയക്ക് എങ്ങനെയെങ്കിലും കാശ് കിട്ടിയാൽ മതി, റീച്ച് കിട്ടിയാൽ മതി, അങ്ങനെ എന്തും കാണിക്കാം. എത്രയോ ജെന്യൂനെ ആൾക്കാർ അറിയപ്പെടാതെ പോകുന്നുണ്ട്, അവരെ മുന്നോട്ട് കൊണ്ടുവരണം. ഇനി സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. സിനിമയിൽ വന്നിട്ടുണ്ട്, വലിയ ആഗ്രഹമൊന്നുമില്ല. ഈ ഷൂട്ടിംഗ് ഭയങ്കര സ്ട്രെയിനുള്ള പണിയാണ്. ആക്ടിംഗ് പ്രോസസ് അങ്ങനെ വലിയതായിട്ട് എൻജോയ് ചെയ്യുന്നില്ല. മേത്തിൽ ദേവികയുടെ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു, ഒരു ഡാൻസ് പ്രോഗ്രാം. അതൊക്കെ റിയൽ ആർട്ട് ഫോം. സിനിമ ഒരു ആർട്ട് ഫോമായി എനിക്ക് തോന്നുന്നില്ല, ബിസിനസ്സാണ്. നല്ല സിനിമകളുണ്ട്, ആർട്ട് കലാമൂല്യ സിനിമ, അതിൽ വളരെ കുറവാണ്. അങ്ങനെ സിനിമകൾ ആർട്ട് സിനിമ ആൾക്കാർ കാണാതിരിക്കുകയാണ്. സിനിമ മോണിലെ ബിസിനസ്സാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ റിവ്യൂ മാത്രമാണ് ഇപ്പോൾ താല്പര്യമുള്ള മേഖല. എനിക്ക് റിവ്യൂ മാത്രമേ താല്പര്യമുള്ളൂ. ഇനി അഭിനയിക്കാൻ വിളിച്ചാൽ പോവില്ലെന്നല്ലേ ഇപ്പൊ ഒരെണ്ണം വന്നിട്ടുണ്ട്, അഭിനയിക്കുകയും ചെയ്യും. പക്ഷെ അതിനോട് വലിയ പാഷനൊന്നുമില്ല. നമ്മൾ എനിക്ക് ഗ്ലാമർ സെലിബ്രിറ്റിയെക്കാട്ടും ഒരു ഇന്റർനാഷണൽ സെലിബ്രിറ്റിയായിട്ട് അറിയപ്പെടാൻ ആഗ്രഹം. നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ എനിക്കൊരു നടനായി മാറാം, ഇത് താല്പര്യമില്ല. ഇപ്പൊ എഴുത്തിന്റെ മേഖലയിലേക്ക് ഉണ്ടോ? പുസ്തകം ഉണ്ടോ പുതിയത്? ഇപ്പൊ അങ്ങനെ എഴുതാൻ സമയം കിട്ടാറില്ല. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാരണം PhD റിലേറ്റഡ് കാര്യം ചെയ്യണം, സെലിബ്രിറ്റി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം, അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. അപ്പൊ അത് എല്ലാ റെസ്പോൺസിബിലിറ്റി എന്റെ മേലിലാണ്. ആകെ ഒരു ദിവസം മാത്രമാണ് ഞാൻ 1:30 തിയേറ്ററിൽ പോകുന്നത്. അതിന് ഇമാർ പറഞ്ഞു നടക്കുന്നത് ഞാൻ 24 മണിക്കൂർ അവിടെ താമസിച്ചോന്നുള്ള. ഈ കമന്റ്സ് വളരെ മോശമാണ്. അത് ഒരുപാട് സെലിബ്രിറ്റീസ് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാവില്ല ഇവിടുത്തെ ആളുകൾക്ക് എന്താ പേര്, മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് ഇവർ എൻജോയ് ചെയ്യുന്നത്. PhD ഏതാണ്? ഞാൻ PhD ഫിലോസഫി ഓഫ് സയൻസിലാണ് ചെയ്യുന്നത്. എനിക്ക് നെറ്റ് JRF ഗേറ്റിൽ കിട്ടിയതാണ്. അവിടെയും വിയോജിപ്പുണ്ട്. കാരണം നെറ്റും JRF ഗേറ്റിട്ട് എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറണമെങ്കിൽ ഇവിടെ പല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ബ്രൈബാണ് വേണ്ടത്. പല സഹാക്കന്മാരുടെ ഭാര്യമാര് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സാണ്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ബ്രൈബാണ് നോക്കുന്നത്. നിങ്ങൾ ഒരാൾ നോക്കും, ഡോക്ടർ രാജനാഥൻ സ്വാമി IAS, അയാൾ എല്ലായിടത്തും ടോപ്പർ എല്ലാം, IIT IAS എല്ലാം ടോപ്പറായി. പിന്നെ അയാളുടെ പേഴ്സണൽ ലൈഫ് പ്രോസസ് ലൈഫ് എല്ലാം പോയി. ഇവിടുത്തെ 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത രാഷ്ട്രീയക്കാരെ അയാളുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇതാണ് കേരളം. ഇവിടെ സത്യം പറയുന്നവർക്കും ജെന്യൂനെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത്രയും ബ്രില്യൻ്റ് അയാളുടെ ജീവിതം മുഴുവൻ പോയി. പേഴ്സണൽ ലൈഫ് ബിക്കോസ് ഹി വാസ് അഗെയിൻസ്റ്റ് കറപ്ഷൻ. കറപ്ഷന് എതിരായി കൊണ്ടാണ് പുള്ളിയുടെ ജീവിതം ഇങ്ങനെ ആയത്. ഇവരുടെ കൂടെ എല്ലാവരും നിന്നു കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു മാറ്റങ്ങൾ നെക്സ്റ്റ് ജനറേഷനിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ജൻസി പിള്ളേരെ ഡ്രഗ്സ് മേടിച്ചിങ്ങനെ നടക്കുകയല്ലേ, എന്ത് റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കുന്നു? ഈ ഡ്രഗ്സ് ഭയങ്കര പ്രശ്നമാണ്. ഒരു വീട്ടിൽ ലൂലുമാല ഞാൻ ഡെയിലി പോകണം ബുക്ക് വായിക്കാൻ പറ്റില്ല. വളരെ ടോക്സിക് ഏരിയ ആണ്. നമ്മളിപ്പോൾ സെൽഫി എടുക്കാൻ വേണ്ടി വരും, നമ്മൾ സെൽഫി കൊടുത്ത് ഇമാർ ചിലപ്പോൾ ആക്രമിക്കാൻ വരും. ലൂലുമാല എനിക്ക് ഒരു അറ്റാക്ക് ഉണ്ടായതാണ്. ഒരു അറ്റാക്ക് ഉണ്ടായി. പിന്നെ അത് മാത്രമല്ല പല നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമുണ്ട്, പ്രശ്നമുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ പേരിൽ വുമൺ കാർഡ് ഇറക്കും, അവർക്ക് നിയമം അനുകൂലമുണ്ട്, അത് മുതലെടുക്കുക. എന്റെ പേരിൽ ട്രാൻസ്ജെൻഡർ ആളെ കണ്ടുപോലുമില്ല. ട്രാൻസ്ജെൻഡർ കേസ് വന്നതാണ്, ആളെ കണ്ടുപോലുമില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. 2 ദിവസം TV എൻ്റെ പേരോ എൻ്റെയും ബാക്കി എല്ലാവരുടെയും പേരുണ്ടായിരുന്നു. എന്നാൽ ഇവർക്ക് ഈ ഇടുന്ന എനിക്ക് ഓൺലൈൻ മീഡിയയോട് വലിയ ദേഷ്യമല്ല, കാരണം അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ സാറ്റലൈറ്റ് മീഡിയ അല്ല, നീഡും ഗ്രീഡും നമ്മൾ വ്യത്യാസമുണ്ട്. വിശന്ന് കാട്ട കാപ്പുള്ള ബൈബിൾ പറയുന്നുണ്ട്, ഇവർ ഗ്രീഡാണ് കാണിക്കുന്നത് ഈ സാറ്റലൈറ്റ് മീഡിയ. മെൻസ് കമ്മീഷൻ വന്നാൽ ഗുണം ചെയ്യും. അത് ഞാൻ പണ്ടുപോലെ പറയുന്നതാണ്. എനിക്ക് രാവിലെ സ്റ്റുഡൻ്റ് പരിചയമുണ്ട്. രാവിലെ സ്റ്റുഡൻ്റ് എല്ലാ കാര്യത്തോടും യോജിപ്പില്ല, എന്നാലും മെൻ കമ്മീഷൻ ആവശ്യമില്ല തന്നെയാണ്. കാരണം ഇന്ന് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമുണ്ട്, ആണുങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഇന്ന് പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ അവസ്ഥ നോക്കി, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യുകയാണ്, സ്വത്ത് കൊണ്ടുപോകും, ആലുമിനിയർ കൊണ്ടുപോകും. ഒരു ലിവിംഗ് ടൂറിസ്റ്റ് റിലേഷൻ വെച്ചാൽ പീഡനം വരും. എല്ലാം പ്രശ്നമാണ്. ആണുങ്ങൾക്ക് ഇവരെ മാറ്റി പറഞ്ഞാൽ എത്ര സെലിബ്രിറ്റീസാണ് വിട്ടു കിടക്കുന്നത്. ഇവര് നമ്മുടെ അപ്പം മ്യൂച്വൽ കൺസെന്റ് പലരും നടന്നിട്ട് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്.
കേരളത്തിലെ ആളുകളുടെ അവസ്ഥ ദയനീയമാണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധ സമയത്ത് ജൂതന്മാർക്കെതിരെ അങ്ങ് എന്തോ ഒരു പ്രസ്താവന പറഞ്ഞായിരുന്നു. എന്താണ് അങ്ങനെ ഒരു അങ്ങനെ കോൺഫിഡൻസ് തിയറി ഉണ്ട്, ഹോൾ വേൾഡ് ജൂതന്മാരെ കൺട്രോൾ ചെയ്യുന്ന, ഇപ്പൊ അമേരിക്കയിൽ പോലും ജൂതന്മാരെ കൺട്രോൾ ചെയ്യുന്ന അങ്ങനെ ഒരു കോൺഫിഡൻസ് തിയറി ഉണ്ട്. റോഡ് സൈഡിൽ പറഞ്ഞു കുറച്ച് ഫാമിലീസ് അവരെ കൺട്രോൾ ചെയ്യുന്ന പറയാണ്. കാരണം ഈ ക്രിസ്ത്യൻസിനായാലും മുസ്ലിംസിനായാലും ഇങ്ങനെ പലിശ വാങ്ങിക്കാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് ഇവർ അതെല്ലാം വെച്ച് ബാങ്കിങ് പോയി കവർ ചെയ്ത് അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. അതിനെതിരെ ആരിഫ് ഹുസൈൻ ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു എൻ്റെ ഫോട്ടോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര കടുത്ത ഇസ്ലാം വിരോധിയാണ്. അതിനുശേഷം എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ആക്രമണങ്ങൾ വല്ലതും ഉണ്ടായിരുന്നുണ്ട്? അല്ല, ആരിഫ് ഹുസൈൻ എൻ്റെ പേര് ഉപയോഗിച്ചു. അതായത് ഒരു പയ്യൻ വിളിച്ചു ചോദിച്ചു ആറാട്ടൻ ഇങ്ങനെ പറഞ്ഞു ശരിയാണോ. എനിക്കിവിടെ ഇപ്പൊ മൈത്രേനെ ഫോളോ ചെയ്ത് ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്. മൈത്രേൻ പറയുന്ന പല കാര്യവും പ്രായോഗികമല്ല. മൈത്രേൻ പറയുന്നത് പ്രപഞ്ചം ഉള്ളതാണ്. ഈ പ്രപഞ്ചം ഉള്ള സംഭവം എവിടെ ഉണ്ടായെന്ന് ചോദിക്കാൻ പറ്റില്ലേ. പുള്ളിയോട് ചർച്ചയ്ക്ക് പോയാൽ പുള്ളി ഒന്നെങ്കിൽ ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ നമ്മളെ ഫസ്റ്റ് അറ്റാക്ക്. പുള്ളി പറഞ്ഞ ഏറ്റവും അപ്സൈഡായ കാര്യം പറഞ്ഞാൽ ഒരു അമ്മയും മകൻ്റെ റിലേഷൻഷിപ്പോ ഒരു അച്ഛനോ മോളത്തെ റിലേഷൻഷിപ്പോ സയന്റിഫിക്കലി മാത്രമാണ് റോങ് എന്ന്. ശാസ്ത്രീയമായിട്ട് മാത്രമല്ല, മോറലിയും റോങ് ആണ്. സയന്റിഫിക്കലി പറഞ്ഞാൽ ജനറ്റിക് പ്രോബ്ലംസ് വരും, അത് മാത്രമല്ല മോറലി റോങ് ആണ്. അങ്ങനെ കോൺസെപ്റ്റ് പുള്ളി പറയുന്നില്ല. പിന്നെ പറയുന്നത് ശാരീരിക ബന്ധമില്ലാതെ പ്രണയം പറ്റില്ല. ശാരീരിക ബന്ധമില്ലാതെ പ്രണയിക്കാമല്ലോ, പ്ലാറ്റോണിക് ലവ് എന്നതാണ് പറയുന്നത്. മുഴുവൻ അബ്സൈഡായ കാര്യമാണ്. ഇപ്പൊ രവിചന്ദ്രൻ ആണെങ്കിൽ ഇവര് ലോജിക്കും സയൻസും വെച്ചാണ് ദൈവമില്ലെന്ന് പറയുന്നത്. ലോജിക്കിനും സയൻസിനും ബിയോണ്ട് പല കാര്യമുണ്ട്, ട്രാൻസ്ജെൻഡറിൽ അല്ലെങ്കിൽ മെറ്റാഫിസിക്കലെ പല കാര്യമുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ എത്തീസം ഭയങ്കര സ്പ്രെഡ് ആവുക, ദൈവമില്ല. ശരിക്കും ഇത് അഗ്നോസ്റ്റിസം ആണ്, ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ അതേപോലെ ഇപ്പൊ ഫെമിനിസം, LGBT ഇതെല്ലാം ഇപ്പൊ കോവിഡ് പോലും പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഫെമിനിസം, LGBT ഇതെല്ലാം അതാണ്. ഇങ്ങനെ ഒരു ലക്ഷ്യമില്ല. കോവിഡിന് ഒരുപാട് വയസ്സ് എത്ര പേര് മരിച്ചത്. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാർ എന്താ കാണിക്കുന്നത്? അവർ കാണിക്കുന്ന മുഴുവൻ മാനിപ്പുലേഷൻ അല്ലേ. എന്താ പിന്നെ ഇതെല്ലാം യൂതന്മാർക്ക് പങ്കിട്ടെന്നാണ് കേൾക്കുന്നത്. സന്തോഷ് സാറ് വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണോ? ഞാൻ പേഴ്സണലി ബിലീവറാണ്, ഇന്റലക്ച്വലി അഗ്നോസ്റ്റിക് ആണ്, ഹ്യൂമാനിറ്റിയിൽ എത്തീസ്റ്റ് ആണ്. മൂന്നും ഉണ്ട്. പക്ഷെ നെസ്പെക്ട് പറയാനേ അഗ്നോസ്റ്റിക്സ് പറയാൻ പറ്റുള്ളൂ, ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ലോജിക്കും സയൻസ് വെച്ച് സയൻസ് ഫൈനൈറ്റ് ആണ്. ലോജിക്കും സയൻസ് വെച്ച് പലരും ദൈവം ഇല്ലെന്ന് കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാലിനാണ് ആ ഒരു എത്തീസം കൊണ്ടുവന്നത്. കുറെ ആൾക്കാർ എത്തീസ്റ്റാവുന്നുണ്ട്. മതത്തിന്റെ ആവശ്യമില്ല, മതം മനുഷ്യണ്ടാക്കിയതാണ്. പുരോഹിതന്മാർക്ക് ആശ്രയിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. പിന്നെ പറഞ്ഞ പൊട്ടനെ ചത്തൻ ചടിക്കും, ചട്ടനെ ദൈവം ചതിക്കില്ല. അതേപോലെ ദൈവം അങ്ങനെ ഒരു മോറൽ ഫോഴ്സ് വേണം, ഇല്ലെങ്കിൽ നല്ല മനുഷ്യർ മണ്ടന്മാരെ മാറും. ഒരു സിനിമയിൽ ഇറങ്ങിണ്ടായിരുന്നു, മൂന്നുണ്ണി അഡ്വക്കേറ്റ് സിനിമയിൽ ഇറങ്ങിണ്ടായിരുന്നു. ആ സിനിമ ഞാൻ വളരെ ഓപ്പണായിട്ട് ക്രിട്ടിസൈസ്. കാരണം അതിൽ പറയുന്നത് ക്രൂക്കഡായി കാണിക്കുന്ന ആള് അവസാനം വിജയിക്കുകയാണ്, റോങ് മെസ്സേജ് കൊടുക്കുന്നത്. ഇവിടെ ക്രൂക്കഡ്നെസ്സിലാണ് ബുദ്ധി എന്ന് പറയുന്നത്. കള്ളത്തരം കാണിക്കുന്നതും വക്രത കാണിക്കുന്ന ബുദ്ധിയായിട്ട് പറയുന്നത്. താങ്ക് യു. നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ അറ്റൻഡ് ഇന്റർവ്യൂ മിക്കതും ചളിയാണ്, ഒരു സീരിയസ് ആയിട്ട് ചോദിക്കില്ല. സീരിയസ് ആയിട്ടുള്ള ഒരു 100 ഇന്റർവ്യൂ കൊടുത്ത 4-5 ഉള്ളൂ. അങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള ഗൗരവമുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. ഇങ്ങനത്തെ ഇന്റർവ്യൂസ് ഞാൻ ഇനി ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഇവിടെ എറണാകുളത്തോട് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരില്ല, എല്ലാം വെറും ചളി മറ്റേക്കാണ് ചെയ്യുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ച ഇന്റർവ്യൂ ഇതാണ്. വളരെ നന്നായിട്ട് പോട്ടെ. പറയാനുള്ളത്, നിങ്ങൾ സിനിമാക്കാരുടെ മാത്രമല്ലാതെ ജെന്യുവനായിട്ട് പല ഫീൽഡിൽ പല ആൾക്കാരുണ്ട്, അവരെ ഇന്റർവ്യൂ ചെയ്യണം, ജനങ്ങളെ അറിയണം. ജനങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരാണ്. മിസ്റ്റർ സന്തോഷ് വർക്കിയായിരുന്നു നമ്മുടെ കൂടെ ഇത്ര നേരം ചെലവഴിച്ചത്. മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. ഇത് ദ ഫിലിം സ്റ്റോറി മാൻ മീഡിയ. താങ്ക് യു.